بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1470 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിൻ്റെ പഠനത്തെ തുടർന്നുള്ള 3-ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ പങ്കുവയ്ക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 73 ആയത്തുകൾ ഉള്ള സൂറത്തുൽ അഹ്സാബിന്റെ പഠനം ആഴ്ചകളെടുത്ത് നമ്മൾ പൂർത്തിയാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് 2 ദിവസങ്ങളായിട്ട് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് അവ ചർച്ചയ്ക്ക് വിധേയമാക്കുകയായിരുന്നു നമ്മൾ. ഏതാനും ചോദ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. അവ കൂടി കൈകാര്യം ചെയ്ത് നമുക്ക് അടുത്ത സൂറത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് കരുതുന്നത്. ഇവിടെ പരിഗണനയ്ക്ക് വരുന്ന അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. അത് അജിപോൾ എന്ന പേരുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് ആ ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാമർശം വന്നിട്ടുള്ളത്. ചോദ്യം എന്ന് പറഞ്ഞുകൂടാ. നിങ്ങളുടെ ഈ ക്ലാസ്സുകൾ ധർമ്മദീപ്തി ചർച്ചയ്ക്ക് എടുക്കും. പൊതുവായി പറഞ്ഞ കാര്യം എന്ന നിലയിൽ നിങ്ങൾക്കത് കുഴപ്പമില്ല എന്ന് കരുതുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ വന്ന് നിങ്ങളുടെ വശം പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇവിടെ വന്ന് ചർച്ചകൾ നടത്താൻ അനുവാദം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാവുന്നതാണ് എന്നാണ് അജിപോൾ പറയുന്നത്. അപ്പൊ അത് സംബന്ധമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഈ പ്ലാറ്റ്ഫോം, ഖുർആൻ പദം എന്ന ഈ പ്ലാറ്റ്ഫോം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഖുർആൻ പഠിക്കുന്നതിന് താല്പര്യമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയതാണ്. ഏതാനും വർഷങ്ങളായി അത് വലിയ പറയത്തക്ക മുടക്കമൊന്നുമില്ലാതെ നടന്നു പോകുന്നു. അപ്പൊ അത് പതിവായി പഠന ഉദ്ദേശം ഉള്ള ആളുകൾ കേൾക്കുകയും അതിൽ പങ്കാളികളാകുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുകളുടെ പഠനം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോ സംശയങ്ങൾക്ക് നിവാരണം നൽകുന്നത്. നേരത്തെ വലിയ സൂറത്തുകൾ ഒക്കെ ആയിരുന്നത് കൊണ്ട്, ദീർഘകാലം എടുത്തുകൊണ്ട് പഠിക്കുന്ന സൂറത്തുകളായിരുന്നത് കൊണ്ട് ഇടക്ക് വെച്ച് ചില ചോദ്യങ്ങൾക്കൊക്കെ പ്രതികരണം നൽകാറുണ്ടായിരുന്നു. ഇപ്പോ ഒരു സൂറത്ത് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിക്കുന്ന ഒരു രീതി സ്വീകരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു വേദിയിൽ ചർച്ചകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന്, ആരാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് തന്നെ നമുക്കറിയാൻ പ്രയാസമുണ്ട്. മറ്റൊന്ന്, ഈ നിരന്തരമായി ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ നമ്മുടെ പഠന പ്രക്രിയയെ അത് ബാധിക്കാനും ഇടയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിട്ട് സൂറത്തിന്റെ പഠനം അവസാനിച്ചതിന് ശേഷമുള്ള ചോദ്യോത്തരം എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ
ആരെങ്കിലും വേറെ ഏതെങ്കിലും വേദികളിൽ, ക്ലബ് ഹൗസിലോ അതുപോലെയുള്ള ഏതെങ്കിലും വേദികളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള ഒരു കാര്യമല്ല. അത് അവർക്ക് അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ വേണമെന്ന് പറഞ്ഞാലും വേണ്ടെന്ന് പറഞ്ഞാലും അത് താല്പര്യമുള്ള ആളുകൾ അത് ചെയ്യും എന്നതും അതിന്റെ ഒരു വസ്തുതയാണ്. അപ്പോ അതില് നമ്മൾ പങ്കാളികളാവുക, നമ്മുടെ വശം അവതരിപ്പിക്കുക എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. കാരണം നമ്മുടെ വശമാണ് ഈ പഠനവേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പിന്നെ പുതുതായിട്ട് മറ്റൊരു വേദിയിൽ അത് പോയി അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ ഇവിടെ വന്ന് വിഷയങ്ങൾ ഉന്നയിക്കാൻ, ചർച്ചകൾ നടത്താൻ അനുവാദം ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞത് ഈ വേദിക്ക് വലിയൊരു പരിമിതിയുണ്ട്. അപ്പം ചോദ്യങ്ങള് ചോദിക്കുക, ഒരു സൂറത്തിന്റെ ഭാഗമായിട്ട് ആവശ്യമായ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക എന്നതൊക്കെ ഉള്ള വിധത്തിലെ ഈ വേദിയിൽ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പഠന പ്രക്രിയ തടസ്സപ്പെട്ടു പോകും, മുടക്കം ഉണ്ടായി വരാനും കാരണമാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെ, അല്ലെങ്കിൽ സ്നേഹവും ആദരവും ഒക്കെ ഉള്ള വിധത്തിൽ തന്നെ ആ ഒരു സംഗതി ഞാൻ മാറ്റിവെക്കുകയാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഇസ്ലാമിനെ കുറിച്ചോ വിശുദ്ധ ഖുർആനെ കുറിച്ചോ ഒക്കെ പഠന വിധേയമാക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേറെ വേദി ഒരുക്കാൻ സന്നദ്ധനാണ് എന്നറിയിക്കുകയാണ്. മലപ്പുറത്തോ കോഴിക്കോടോ ഒക്കെ ആയിട്ട് ഖുർആൻ പ്ലാറ്റ്ഫോം എന്ന പേരിൽ ഒരു വേദി ഒരുക്കാറുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയ ഖുർആൻ എന്ന വിഷയത്തില് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഖുർആൻ ഫോളോ ചെയ്യുന്നതല്ലാത്ത തരം ആളുകൾ, ഖുർആനോട് വിയോജിപ്പോ ആശയപരമായ എതിർപ്പൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങള്, നിലപാടുകളൊക്കെ പങ്കുവെക്കാനും ഖുർആന്റെ വീക്ഷണത്തിൽ അതിനുള്ള വിശദീകരണങ്ങൾ സംഘാടകരിൽ നിന്ന് ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന വേദികളാണ്. അത്തരം താല്പര്യങ്ങളുള്ളവർക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുക. നമ്മുടെ ഈ വേദിയിൽ അതിന് വലിയ പരിമിതിയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഈ നിലവിലുള്ള പ്രക്രിയയെ മുടക്കം വരുത്തുന്ന വിധത്തിൽ നമ്മൾ തുടക്കമിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന കാര്യം മാത്രം അറിയിക്കുകയാണ്. അജിപ്പോൾ തന്നെ മറ്റൊരു കാര്യം അതിനെ തുടർന്ന് ഉന്നയിക്കുകയുണ്ടായത് ഇങ്ങനെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പത്നിമാരോടുള്ള അദ്ദേഹത്തിന്റെ പത്നിമാരോട് ഡീൽ ചെയ്യുന്ന സംബന്ധമായ ഒരു നിർദ്ദേശം ഖുർആനിൽ വന്നതിനെ പരാമർശിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോ അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന സോ ജസ്റ്റിസ് ഡസൻ നീഡ് ടു ബി സെർവ്ഡ് ഇൻ ദാറ്റ് കേസ് വിത്ത് ഹിസ് വൈഫ്സ്. അദ്ദേഹത്തിന്റെ പത്നിമാരുമായുള്ള ഇടപഴകലിൽ നീതി അനുവർത്തിക്കപ്പെടേണ്ടതില്ല എന്നാണ്, അല്ലെ? അപ്പോ അത് പ്രവാചകന് നിർബന്ധമായ ഒരു സംഗതിയല്ല. അദ്ദേഹത്തിന്റെ ഭാര്യമാരുമായുള്ള ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ നിന്ന്, ആ നിർദ്ദേശത്തിൽ നിന്ന് ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതാണല്ലേ നിങ്ങളുടെ ആർഗ്യുമെന്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഒരു അനുമതി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിലെ 51-ാമത്തെ ആയത്ത് വളരെ വ്യക്തമായിട്ട് ഇക്കാര്യം പറയുന്നുണ്ട്. അത് എന്റെ ആർഗ്യുമെന്റ് അല്ല, ഖുർആൻ മുഖേന അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള ഒരു ഇളവും ഒക്കെയാണത്. 51-ാമത്തെ ആയത്ത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അത് തുടങ്ങുന്നത് തുർജി മൻ തശാഉ മിൻഹുന്ന വതുവി ഇലൈക മൻ തശാഉ. താങ്കൾ ഉദ്ദേശിക്കുന്നവരെ അല്പകാലത്തേക്ക് താങ്കളിൽ നിന്ന് മാറ്റി നിർത്താം, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യാം. അതുപോലെ മാറ്റി നിർത്തിയവരെ വീണ്ടും താങ്കളോട് അടുപ്പിച്ച് നിർത്താം, ഒരുമിച്ച് നിർത്താം. അതിനൊന്നും താങ്കൾക്ക് യാതൊരു വിധത്തിലുമുള്ള കുറ്റവുമില്ല. അവരുടെ കണ്ണുകൾ കുളിർമയുള്ളതാവാൻ അവരെ ഇടക്ക് ചേർത്ത് പിടിക്കുന്നതാണ് ശരിയായ നല്ല നിലപാട്. അവർ തൃപ്തിപ്പെട്ടവരായിരിക്കാനും അതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ആയത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അത് യാതൊരു വിധത്തിലുള്ള ആശയക്കുഴപ്പമോ
അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള അവ്യക്തതയോ ഒന്നും അടങ്ങിയിട്ടുള്ള ഒരു ആയത്തല്ല താനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക സാഹചര്യത്തില് അള്ളാഹു അദ്ദേഹത്തിന് മാത്രമായിട്ട് നൽകിയിട്ടുള്ള ഒരു ഇളവും അനുമതിയും ഒക്കെയാണ്. പക്ഷെ പ്രയോഗത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പരിമിതമായിട്ട് മാത്രമേ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭ്യമായ എല്ലാ സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യർ സാധ്യമായതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിപൂർവകമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചോദ്യം ഇദ്ദേഹം തന്നെ ഉന്നയിച്ചിരിക്കുന്നത്, നോ ലിമിറ്റ് ഫോർ ദ റൈറ്റ് ഹാൻഡ് പൊസസ്ഡ്, നോട്ട് ഫോർ ദ പ്രോഫിറ്റ് ഓർ ബിലീവേഴ്സ്. ഈ വലത് കൈ ഉടമപ്പെടുത്തുന്നവരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒരു നിഷ്കർഷതയും ഇസ്ലാം വെച്ചിട്ടില്ല. പ്രവാചകനായാലും അനുയായികൾക്കായാലും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത് ഇവരും ഭാര്യമാരും വലത് കൈ ഉടമപ്പെടുത്തിയവരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് എന്നതൊന്ന് പറഞ്ഞു തരാവോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് രണ്ടും ഉടമ്പടിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിവാഹം ഒരു ഉടമ്പടിയാണ്. അള്ളാഹുവിന്റെ നാമധേയത്തിലാണ് അത് നിർവഹിക്കപ്പെടുന്നത്. വധുവിന്റെ പിതാവ് അല്ലെങ്കിൽ സംരക്ഷകനായിട്ടുള്ള ആള് വരന് കൈപിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉടമ്പടിയിലൂടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് വിവാഹം എന്ന് പറയുന്നത്. ഈ വലത് കൈ ഉടമപ്പെടുത്തിയവർ എന്ന് പറയുന്ന ആ സംഗതിയും പലപ്പോഴും യുദ്ധത്തിലോ അതുപോലെയുള്ള സാഹചര്യങ്ങളിലോ പിടിക്കപ്പെടുന്ന ബന്ദികളാക്കപ്പെടുന്ന ആളുകളെ, അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാവും, അവരെ ചില ആളുകളുടെ ചുമതലയിൽ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന് വലത് കൈ ഉടമപ്പെടുത്തിയവര് എന്ന് പറയുന്നത്. വലത് കൈയില് ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുന്നത് വലത് കൈയിലാണ്, അപ്പുറത്തുള്ളതും ഒരു വലത് കൈ തന്നെയാണ്. അത് അള്ളാഹുവിന്റെ ഓൺ ബിഹാഫ് ഓഫ് അള്ളാഹ് എന്ന് പറയാം. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ അതിന് ഉത്തരവാദപ്പെട്ട ആള് ഒരാൾക്ക് സമൂഹത്തിലെ യോഗ്യതയുള്ള അർഹതയുള്ള റിജാല് എന്ന പ്രയോഗത്തിൽ വരുന്ന ക്വാളിറ്റി ഉള്ള ആളുകൾക്കാണ് ഈ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുക. താന്തോന്നികളും അക്രമികളും സാമൂഹ്യദ്രോഹികളും ഒക്കെയായ ആളുകളല്ല. അപ്പോ നല്ല മനുഷ്യരെ സമൂഹത്തിൽ കണ്ടെത്തിയിട്ട് കൂട്ടത്തിലുള്ള നല്ല മനുഷ്യരെ ഈ ആളുകളുടെ ചുമതല ഏൽപ്പിക്കുകയാണ്. സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും ആ ഗണത്തില്. അതില് അങ്ങനെ കയ്യിൽ വരുന്ന സ്ത്രീകൾ ആരുടെ ചുമതലയിലാണോ അവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരുമായി അവർക്ക് ദാമ്പത്യ ബന്ധം അനുവദനീയമാണ് എന്നതാണ് ഇസ്ലാം വെച്ചിട്ടുള്ള ഇത് സംബന്ധമായിട്ടുള്ള നിയമം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വ്യവസ്ഥ അതാണ്. അവരുമായി ദാമ്പത്യ ബന്ധം അനുവദനീയമാണ്. അതിന് വേറെ നിക്കാഹ് ആവശ്യമില്ല. ഈ വലത് കൈയിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന പ്രക്രിയ തന്നെ മതി എന്നതാണ് അത് സംബന്ധമായിട്ടുള്ള ഇസ്ലാമിന്റെ നിലപാട്. അതിന് വിവാഹം പോലെ ഒരു മഹർ കൊടുക്കുക എന്ന വിവാഹ സമ്മാനം കൊടുക്കുക എന്നൊരു പ്രക്രിയ ആവശ്യമില്ല. ഈ വലത് കൈ ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളുകളുമായി അവര് സ്ത്രീകളുമായിട്ട് ആരെയാണോ അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ആണുങ്ങൾക്ക് ദാമ്പത്യ ബന്ധം ആകാവുന്നതാണ്. അത് ആവണം എന്നല്ല, ആകാവുന്നതാണ്. അതില് മറുപക്ഷത്തിന്റെ താല്പര്യം കൂടി പരിഗണിക്കുകയും ചെയ്യും എന്നതാണ് തീർച്ചയായിട്ടും. ഇസ്ലാം ഒരിക്കലും തന്നെ വിവാഹ ബന്ധത്തിലോ അല്ലെങ്കിൽ ഈ വലത് കൈ ഉടമപ്പെടുത്തിയ ബന്ധത്തിലോ സെക്സ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതി അനുവദിക്കുന്നില്ല. റേപ്പ് ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് വിവാഹത്തിനകത്തായാലും പുറത്തായാലും. ഈ ഈ വലത് കൈ ഉടമപ്പെടുത്തിയ ആളുകളുമായി ഉള്ള കാര്യത്തിലായാലും അത് അനുവദനീയമല്ല എന്നതാണ് വസ്തുത. അതുപോലെ ഒരു വിവാഹവുമായുള്ള ഇതിന് ഉള്ള ഒരു പറയത്തക്ക വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും നീതിപൂർവകമായിട്ടാണ്
ഈ ഇവരോട് വർത്തിക്കേണ്ടത് ഇവരെ ഉടമപ്പെടുത്തിയ ആളുകളുടെ കാര്യത്തില് അവരുടെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലെയുള്ളത് സ്വന്തം നിലവാരത്തിലുള്ള പോലെയുള്ളത് തന്നെ അവർക്കും നൽകണം. അതുപോലെയുള്ള ഒരുപാട് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മുടെ ഉടമസ്ഥതയിൽ വരുന്ന ആളുകൾക്ക് അനന്തരാവകാശം ഇസ്ലാം വെച്ചിട്ടില്ല. ഭാര്യമാർക്ക് അനന്തരാവകാശമുണ്ട്. ഒന്ന്, വിവാഹം ചെയ്യുന്ന കേസിൽ അവിടെ മഹർ കൊടുത്തുകൊണ്ടാണ് വിവാഹം ചെയ്യുന്നത്. അതുപോലെ അവർക്ക് അനന്തരാവകാശം ഉണ്ടാകും. വിവാഹബന്ധം വേർപ്പെടുത്തുമ്പോൾ അതിന്റെ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. മത്താഴ് പോലെയുള്ള സംഗതികൾ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ ഈ വലത് കൈ ഉടമപ്പെടുത്തിയവരുടെ കാര്യത്തിൽ അങ്ങനെ നിബന്ധനകൾ വെച്ചിട്ടില്ല. അവർ അനന്തരാവകാശികളാവുകയും ഇല്ല. അതുപോലെ വേറെയും കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആ ബന്ധത്തിൽ മക്കളുണ്ടായാൽ ആ മക്കള് വിവാഹബന്ധത്തിൽ ഉണ്ടായ മക്കളെ പോലെ തന്നെയുള്ള എല്ലാ ഡിഗ്നിറ്റിയും അതുപോലെ റൈറ്റ്സും ഒക്കെയുള്ള ആളുകളായിരിക്കും. അവര് അനന്തരാവകാശികളുമാകും. മക്കള് അനന്തരാവകാശികളാവും. വിവാഹ ബന്ധത്തിലുണ്ടായ മക്കളെ പോലെ തന്നെയുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ടാവും എന്നതാണ് വസ്തുത. അതിനെ തുടർന്ന് അവരുടെ ഉമ്മമാരുടെ സ്റ്റേറ്റസിലും മാറ്റം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദാംശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പ്രാഥമികമായിട്ട് അത് അതിന്റെ ഈ രണ്ട് സംഗതികളും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിന് എണ്ണത്തിലൊരു നിഷ്കർഷത ഇസ്ലാം വെച്ചിട്ടില്ല, അള്ളാഹു വെച്ചിട്ടില്ല എന്നത് അതിന്റെ ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു നടപടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഒരു സമൂഹത്തില് എന്തെങ്കിലും യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ചുമതല ഏൽപ്പിക്കപ്പെടേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം എത്ര ഉണ്ടാവും എന്നത് നമുക്ക് നേരത്തെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. മാത്രമല്ല, അവരെ ചുമതല ഏൽപ്പിക്കാൻ പറ്റിയ യോഗ്യരായ എത്ര ആളുകൾ സമൂഹത്തിൽ ഉണ്ടാവും എന്നതും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒന്നിലേറെയോ അല്ലെങ്കിൽ സാഹചര്യവും സന്ദർഭവും ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള എണ്ണമോ ആളുകളുടെ ചുമതല വിശ്വാസികളുടെ സമൂഹത്തിലെ യോഗ്യരായ ആളുകൾ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒരു എണ്ണം നിഷ്കർഷിച്ചു വെച്ചിട്ടില്ല. അത് വെറും സമൂഹത്തില് അധാർമികതയും ലൈംഗികമായ ഒരു കുത്തഴിഞ്ഞ അവസ്ഥയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ ധാർമ്മികതയുടെ അതിർവരമ്പുകൾ പാലിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നിലനിർത്തുകയൊക്കെ ചെയ്യുക എന്ന താല്പര്യം ഇതിന്റെ പുറകിലുള്ളതായിട്ട് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. അപ്പോ ഇതൊക്കെയാണ് അതിന്റെ പ്രാഥമികമായിട്ട് ഈ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ചോദ്യത്തിനുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഞാൻ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഏറ്റവും പുതിയ ഇസ്ലാമിക രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ വീടിന് വെളിയിൽ ജോലി ചെയ്യാനും വിദ്യാഭ്യാസം ചെയ്യാനും ഒന്നും അനുവദിക്കുന്നില്ല. അവരുടെ മുറികൾക്ക് ജനാലകൾ പോലും പാടില്ല. ഇതൊക്കെ ജനാധിപത്യ സമൂഹങ്ങളിൽ സ്വീകാര്യമാണോ, ആകുമോ എന്നതാണ് ചോദ്യം. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊന്നും പുറത്തു പോകാൻ, വീടിന് വെളിയിൽ പോകാൻ അനുവാദമില്ല എന്ന് പറയുന്നത് വസ്തുതാപരമല്ല. അത് വലിയ അളവില് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു കള്ളമാണ്. അത് ഒന്ന്, അഫ്ഗാനിസ്ഥാനില് ഒരു കൾച്ചറൽ ക്ലാഷ് വളരെ രൂക്ഷമായിട്ട് നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് അഫ്ഗാനിസ്ഥാൻ. പാശ്ചാത്യ അധിനിവേശം അത് റഷ്യയുടേതായിരുന്നാലും അമേരിക്കയുടേതായിരുന്നാലും അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക സംസ്കാരത്തെ വളരെ രൂക്ഷമായ വിധത്തിൽ കടന്നാക്രമിക്കുകയുണ്ടായി എന്നതൊരു വസ്തുതയാണ്. ഈ ഒരു പശ്ചാത്തലത്തില് അമേരിക്കയും സോവിയറ്റ് ഘട്ടത്തില് റഷ്യയും അവരുടെ സാംസ്കാരികമായ മൂല്യങ്ങളെ തകിടം മറിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്തും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ രാജ്യത്ത് പോലും വിദ്യാഭ്യാസ രംഗമാണ് ഇസ്ലാമിക സമൂഹത്തിന് വലിയ ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇസ്ലാമിക മൂല്യങ്ങളും സംസ്കാരവും ഒക്കെ
പാലിക്കപ്പെടുന്നതിന് വലിയ ആഘാതം സൃഷ്ടിക്കുന്നത് വിദ്യാഭ്യാസ സംവിധാനങ്ങളും തൊഴിലിടങ്ങളും ഒക്കെയാണെന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനവും ഒരു രാഷ്ട്ര നിർമ്മാണവും ഒക്കെ ആ പ്രക്രിയയിലേക്ക് പോകുന്ന ഘട്ടത്തില് വിദ്യാഭ്യാസ രംഗത്ത് ചില നിയന്ത്രണങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ കൂടി അവര് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ആ പാശ്ചാത്യൻ സംസ്കാരത്തിലേക്കുള്ള ആ ഒഴുക്ക് തടയുന്ന വിധത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേസമയത്ത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങൾ അവര് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഗംഭീരമായിട്ട് നടത്തി പോന്നിട്ടുണ്ടായിരുന്നു. അത് ഇസ്ലാമിക മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമാണ്. പാശ്ചാത്യൻ സംസ്കാരവും ആശയവും അവരുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചു കയറ്റി അവരെ ഇസ്ലാമിക മൂല്യങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ആളുകളാക്കി മാറ്റുന്ന ഒരു വിദ്യാഭ്യാസ ക്രമത്തിന് താലിബാൻ ഭരണകൂടം പല ഘട്ടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ നടത്തിപ്പില് അത് നടപ്പിലാക്കുന്നതിൽ വീഴ്ചകളോ അല്ലെങ്കിൽ പോരായ്മകളോ എക്സസസോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാഹു ആലം. അത്ര സൂക്ഷ്മമായിട്ട് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പല വ്യാജമായ വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ട് അത് പെരുപ്പിച്ചു കാണിക്കുകയും ഇസ്ലാമിനെ ഭീകരതയുടെ ഒരു മുഖം നൽകിക്കൊണ്ട് അതിനെ ഭയപ്പെടുത്തുന്ന ഒരു വിധത്തിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നത് ഇസ്ലാം വിരോധികൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നൊരു വസ്തുത കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ. അവരുടെ മുറികൾക്ക്, വീട്ടിലെ മുറികൾക്ക് ജനാലകൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അത് ഒരിക്കലും വസ്തുതാപരമാവാൻ സാധ്യതയില്ല. ഇത് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഇപ്പൊ സൗദി അറേബ്യയിലെ പല വീടുകളിലും പല ഫ്ലാറ്റുകളിലും അങ്ങനെ ഒരു ഓപ്പൺ വിൻഡോ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഇല്ല. അതിന്റെ കാരണം നിങ്ങൾ പറയുന്ന സംഗതിയൊന്നുമല്ല, അവിടുത്തെ കാലാവസ്ഥയാണ് അതിന് കാരണം. ഒരു മണൽക്കാറ്റ് അടിച്ചാൽ വീടിന്റെ ഓരോ മുക്കുമൂലയിലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ജോയിന്റിലും വരെ മണല് വന്ന് പതിക്കും. ആ പൊടി നിറഞ്ഞ് വീട്ടിന്റെ അകമാകെ നാശമാവും. അതുകൊണ്ട് അവിടുത്തെ ഒരു നിർമ്മാണ രീതി തന്നെ ജനലുകൾ അങ്ങനെ തുറന്നിടുന്ന ഒരു രീതിയൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ കാലാവസ്ഥ അനുകൂലമാകുമ്പോ ഒന്ന് തുറന്ന് എയർ സർക്കുലേഷന് ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ എയർ കണ്ടീഷൻഡ് ആയ റൂമുകളാണ് അവര് ഉപയോഗിക്കുന്നത്. അതില് മിക്കപ്പോഴും ഈ വിധത്തില് ഡസ്റ്റ് കയറാതിരിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണുള്ളത്. അത് അവരുടെ ഇത്തരം കാര്യങ്ങളിലുള്ള നിലപാട് കാരണമായിട്ടൊന്നുമല്ല. അത് അവിടുത്തെ കാലാവസ്ഥയാണ്. ഒന്ന് കഠിനമായ ചൂട്, കഠിനമായ തണുപ്പ്, പൊടിക്കാറ്റ്, ഈ 3 കാര്യങ്ങളും സൃഷ്ടിക്കുന്ന അതിഭീകരമായ അവസ്ഥയിൽ നിന്നുള്ള ഒരു രക്ഷയൊരുക്കുന്നതിന് വേണ്ടി ഈ ജനലുകളും വാതിലുകളും ഒക്കെ എയർ ടൈറ്റ് ആക്കുന്ന ഒരു സംവിധാന രീതിയൊക്കെ സൗദി പോലെയുള്ള നാടുകളിൽ, ഖത്തറിലും ഒക്കെ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗദിയിൽ ഞാൻ അത് എല്ലായിടങ്ങളിലും തന്നെ അത് കണ്ടിട്ടുണ്ടാ നിലക്ക്. അപ്പം ഈ അഫ്ഗാനിസ്ഥാനില് ഇങ്ങനെ വീടുകൾക്ക് ജനലുകൾ അനുവദിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഒരു പെരുപ്പിച്ച് കാണിക്കൽ മാത്രമാണ്. ആവശ്യം ഉണ്ടാവുന്ന വിധത്തില് ഇപ്പൊ വീടുകൾ ജനലുണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ തന്നെ കേട്ടന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു റോഡിനോട് ചേർന്നൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ വീടുകളുടെ ജനലുകൾക്ക് കേട്ടനുണ്ടാവും, വാതിൽ അടച്ചിട്ടാണ് നമ്മൾ പുറത്തു പോവുക. അങ്ങനെയൊക്കെ എല്ലാവരും സ്വീകരിക്കുന്ന രീതി എന്നല്ലാതെ അഫ്ഗാനികൾക്ക് മാത്രമായിട്ട് അങ്ങനെ എന്തെങ്കിലും രീതി ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. പിന്നെ ദുഷ്ടന്മാരും സാമൂഹ്യദ്രോഹികളും അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരും ഒക്കെ അങ്ങനെ അഴിഞ്ഞാടുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ആളുകൾ അങ്ങനെ ശ്രദ്ധ ചെലുത്തുകയും വേണം എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോ വേറെ ഒരു കാര്യം, ഇതൊക്കെ ജനാധിപത്യ സമൂഹത്തിൽ ആകുമോ എന്നാണ്. ഇത് ജനാധിപത്യ സമൂഹത്തിലല്ലല്ലോ. അഫ്ഗാനിസ്ഥാനില് പടിഞ്ഞാറൻ ജനാധിപത്യ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്ര സംവിധാനം അല്ല ഉള്ളത്. അത് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെയാണെന്ന് സങ്കല്പിക്കാം. അതും ഇവിടുന്ന് നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. അഫ്ഗാനിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പവും ഇസ്ലാമിക മൂല്യങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തപ്പെടുന്ന ഒരു രാജ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ എന്തിനാണ് ജനാധിപത്യ രീതി പിന്തുടരുന്നത്? ജനാധിപത്യം എന്നത് ഒരു പ്രത്യയശാസ്ത്രം കൂടിയാണ്. അതും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു രീതി മാത്രമല്ല, അതിലൊരു ഐഡിയോളജി കൂടി ഉണ്ട് ജനാധിപത്യത്തില്. ഇസ്ലാമിക ദർശനം ജനാധിപത്യം അല്ല പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള
ഒരു ജനായത്ത ക്രമം ഇസ്ലാമിലുണ്ട്. അത് പടച്ചതമ്പുരാൻ പഠിപ്പിച്ച ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സുന്നത്തിലും ഒക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ള ഒരു ജനായത്ത ക്രമം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. അതിന്നാണ് വലിയ ഒരളവോളം പാശ്ചാത്യ ജനാധിപത്യം എന്നൊരാശയം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. വലിയ അളവോളം, പൂർണ്ണമായിട്ട് ആണെന്ന് ഞാൻ പറയുന്നില്ല, വലിയ അളവോളം പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഈ ജനായത്ത ക്രമം, എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം ലഭിക്കുന്ന കൂടിയാലോചനയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു സംവിധാനം, ഇത് ഇസ്ലാമിന്റെ സംഭാവനയാണ് ലോകത്തിന്. അത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ആളുകൾക്കും ഏറെ പ്രചോദനമായി മാറിയിട്ടുള്ളത് കൊണ്ട് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നതാണ് ഈ ഇന്ന് നിലവിൽ ഉള്ള ജനാധിപത്യം. അത് പൂർണ്ണമായിട്ട് ശരിയാണ്, അബദ്ധരഹിതമാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഈ ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യം രൂപപ്പെടുമ്പോൾ അത് പടിഞ്ഞാറൻ നാടുകളിലോ ഇന്ത്യയിലോ ഒക്കെയുള്ള പോലെയുള്ള ജനാധിപത്യ രീതിയിലാണ് ഉണ്ടാവേണ്ടത് എന്ന അഭിപ്രായവും എനിക്കില്ല. അത് ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ജനായത്ത ക്രമമുണ്ട്. ആ ജനായത്ത ക്രമം അനുസരിച്ചാണ് ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാവേണ്ടത് എന്നതാണ് കാര്യം. അപ്പോ മറ്റൊരു ചോദ്യം, ഇവിടെ ക്രിസ്ത്യാനികളോട് ദഅവ ചെയ്യുമ്പോൾ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലമത്രയും അവസാന സമയം അദ്ദേഹം ഏലി ഏലി ലമ ശബക്താനി എന്നതുൾപ്പെടെ അദ്ദേഹം വേറൊരു ദൈവത്തോടല്ലേ പ്രാർത്ഥിച്ചിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം ദൈവമല്ല, ദൈവദാസൻ മാത്രമാണ് എന്നും നമ്മൾ സമർത്ഥിക്കാറുണ്ട്. അപ്പോ ക്രിസ്ത്യാനികളോട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഘട്ടത്തില് അവരോട് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ കുറിച്ച് തന്നെ പരാമർശിക്കുമ്പോൾ യേശു തന്നെ, ഈസാ അലൈഹി ഇസ്ലാം തന്നെ മറ്റൊരു ദൈവത്തോടാണ് പ്രാർത്ഥിച്ചിരുന്നത് എന്നതിന് ചരിത്രപരമായ തെളിവുകളുണ്ട് എന്ന് മുസ്ലിങ്ങൾ പറയാറുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. വിശേഷി കുരിശിലേറ്റപ്പെട്ട ഘട്ടത്തില് ഈ ഏലി ഏലി ലമശ ഭക്താനി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിലപിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ ഇവിടെ ചോദ്യം ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം, നമ്മള് ഇത് പറയാറുണ്ട്, എന്നാൽ അള്ളാഹു നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതിന്റെ വിവക്ഷ പോലെയാണ് യേശുവിന്റെ ആ പ്രാർത്ഥനകളും എന്ന് അവർ വാദിച്ചാൽ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്നതാണ് ഇവിടെ ചോദ്യം. രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഈസാ അലൈഹി ഇസ്ലാം കുരിശില് ഏറ്റപ്പെട്ട ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് അസ്വീകാര്യമായ ഒരു കാര്യമാണ്. അത് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രചാരത്തിൽ വന്നിട്ടുള്ള ഒരു അബദ്ധമാണ്. കുരിശിലേറ്റപ്പെട്ട അവസ്ഥയിൽ ആരാണോ കുരിശിലേറ്റപ്പെട്ടത്, ഖുർആൻ പറയുന്നത് ഈസാ അലൈഹി ഇസ്ലാം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ അവർക്ക് കൊന്നുകളയാനും സാധിച്ചിട്ടില്ല, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ഉണ്ടായത് എന്നാണ് അത് സംബന്ധമായിട്ട് വെളിപ്പെടുത്തുന്നത്. അപ്പോ കുരിശിലേറ്റപ്പെട്ട ഘട്ടത്തിൽ കുരിശിലേറ്റപ്പെട്ട വ്യക്തി അതാരായിരുന്നാലും ഖുർആന്റെ സൂചനയിൽ അതൊരു ഷബീഹാണ്. ഷബീഹ് എന്ന് പറഞ്ഞാൽ സദൃശതയുള്ളവൻ എന്നാണ് അർത്ഥം. ഈസാ അലൈഹി ഇസ്ലാമാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആകാരം അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്ന ഒരാള് എന്നാണ് വെച്ചാൽ. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. അപ്പോ കുരിശിലേറ്റപ്പെട്ട വ്യക്തി ഇങ്ങനെ ഏലി ഏലി ലമശ ഭക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈയൊഴിഞ്ഞല്ലോ എന്ന വിധത്തിൽ വിലപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം. അപ്പൊ അവിടെ ആരാണോ കുരിശിലേറ്റപ്പെട്ടത് ആ വ്യക്തി ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പറയുന്നു എന്നതാണല്ല അവിടെ സ്ഥാപിതമാവുന്നത്. അത് കാണിക്കുന്നത് തന്നെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ അല്ലെങ്കിൽ യേശുവിന്റെ അവിടെ ഈ കുരിശിലേറ്റപ്പെട്ട വ്യക്തിയുടെ ദൈവം മറ്റൊന്നാണ്, അദ്ദേഹം ദൈവമായിരുന്നില്ല എന്നതാണല്ലോ എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഇതിൽ സങ്കീർണമായ ഒരു വിഷയം, ഒന്ന് ഈസാ അലൈഹി ഇസ്ലാം അല്ല കുരിശിലേറ്റപ്പെട്ടത് എന്നത് ഖുർആൻ സ്ഥാപിക്കുന്നുണ്ട്. മറ്റൊന്ന് ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ ദൂതനും ആണ് എന്നതും ഖുർആൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ദിവ്യത്വത്തിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെ ഖുർആൻ
നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ സ്വലാത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിശദീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം. അതില് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറയുന്ന ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തുൽ അഹ്സാബിലെ നമ്മൾ വിശദമായിട്ട് പഠന വിധേയമാക്കിയ ആ ആയത്ത് യഥാർത്ഥത്തിൽ അവിടെ യുസല്ലൂന എന്ന് പറയുന്ന ആ വാക്ക് ഉണ്ടല്ലോ, സലാത്ത് ചെയ്യുന്നു എന്ന് പല മലയാളം വിവർത്തകരും അർത്ഥം കൊടുത്തിട്ടുള്ള ആ വാക്ക്, അത് എല്ലാ കോണ്ടെക്സ്റ്റിലും ഒരേ അർത്ഥമല്ല ഉള്ളത്. അറബി ഭാഷയുടെ സാധ്യത വെച്ച് പരിശോധിച്ചാല് അത് 3 സാധ്യതകളാണ് ഈ ആയത്തിന് ആ സ്വലാത്ത് എന്ന വാക്കിന് അർത്ഥം കൽപ്പിക്കാൻ പറ്റുന്നുള്ളത്. ഒന്ന്, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. അള്ളാഹു സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു എന്നാണ് അർത്ഥം. മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ അദ്ദേഹത്തിനായിട്ട് ആശംസിക്കുന്നു എന്നോ, സ്വലാത്ത് ആശംസിക്കുന്നു എന്നോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നോ ആണ് അതിന്റെ അർത്ഥസൂചന. വിശ്വാസികളോട് ചെയ്യാൻ പറയുമ്പോൾ അത് ആശംസയും പ്രാർത്ഥനയുമാണ്. അപ്പൊ ഇത് 3 ആളുകൾ വ്യത്യസ്തമായ കാറ്റഗറിയിൽപ്പെട്ടവർ ചെയ്യുമ്പോൾ 3 വ്യത്യസ്തമായ അർത്ഥതലങ്ങളാണ് അതിനുള്ളത്. മലക്കുകളുടേത് മനുഷ്യര് വിശ്വാസികൾ ചെയ്യുന്നതിനേക്കാൾ അർത്ഥസാധ്യതയുള്ള ഒരു തലം അതിനുണ്ട്. ആശംസിക്കുകയും അനുമോദിക്കുകയും അല്ലെങ്കിൽ ആ സന്തോഷ വാർത്ത അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ അർത്ഥം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിന് സാധ്യതയുള്ള ഒരു ഭാഷാപരമായ പ്രയോഗമാണ് സൊല്ല യുസല്ലി എന്ന ഈ പ്രയോഗം. അറബി ഭാഷയിൽ അതിനുള്ള സാധ്യതയുണ്ട്. ഈ ഇംഗ്ലീഷിലേക്ക് ഈ വാക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സല്യൂട്ട്, സല്യൂട്ടേഷൻ എന്നൊക്കെയുള്ള വാക്കുകൾ വരുന്നത് ഈ അറബി റൂട്ടിൽ നിന്നാണ് എന്നത് മനസ്സിലാക്കുമ്പോൾ ഈ വാക്കിന്റെ അർത്ഥസാധ്യത നമുക്ക് കുറച്ചുകൂടി വ്യാപ്തിയിൽ മനസ്സിലാക്കാൻ കഴിയും. സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അഭിവാദനം ചെയ്യുക എന്നൊക്കെയാണല്ലോ അർത്ഥം നമ്മൾ ഇംഗ്ലീഷിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ വ്യത്യസ്തമായ അർത്ഥസാധ്യത അത് മറ്റു ഭാഷകളിലേക്ക് വന്നപ്പോൾ പോലും അതിന് നിലനിൽക്കുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് അല്ലെങ്കിൽ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം ഇവിടെ പരാമർശിക്കപ്പെട്ട അത് ഒന്ന്, അതില് ചരിത്രപരമായ ഒരു സങ്കീർണത അടങ്ങിയിരിക്കുന്നു. അത് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞ വാചകങ്ങളല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഖുർആന്റെ അടിസ്ഥാനത്തിൽ സാധിക്കുന്നത്. അതാണ് അതിലൊരു വലിയ വിഷയം. മറ്റൊന്ന്, ഈ ആ പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോടാണല്ലോ അങ്ങനെ വിലപിച്ചുകൊണ്ട് പറയുന്നത് എന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ ഈ കാര്യവുമായിട്ട് ഒരു ക്ലാഷ് വരുന്നില്ല. കാരണം ഈ വാക്കിന്റെ അറബി ഭാഷയിലുള്ള സാധ്യത വെച്ചുകൊണ്ട് 3 വ്യത്യസ്ത ആളുകൾ, അള്ളാഹുവും മലക്കുകളും മനുഷ്യരും അല്ലെങ്കിൽ വിശ്വാസികളും ഇത് ചെയ്യുമ്പോൾ വ്യത്യസ്ത അർത്ഥ തലങ്ങളിലാണ് ആ വാക്ക് ഉപയോഗപ്പെടുത്തപ്പെടുന്നത് എന്നത് മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇനി സംസാരിക്കുന്നില്ല. മറ്റൊരു ചോദ്യം, 60-ാമത്തെ ആയത്തിൽ മുഴുവൻ ആളുകളെ നശിപ്പിക്കും എന്നാണോ അതല്ലെങ്കിൽ കുറച്ച് ആളുകളെ ഒഴികെ എന്നാണോ ഉദ്ദേശിച്ചത് എന്നാണ് ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതില് 60-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, ഇല്ലം യൻതഹിൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്. കപടവിശ്വാസികളും രോഗബാധയുള്ള ഹൃദയമുള്ള ആളുകളും ഈ ഏർപ്പാട് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, അതുപോലെ വൽ മുർജിഫൂന ഫിൽ മദീന, മദീനയില് ഊഹാപോഹങ്ങൾ പരത്തിക്കൊണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആളുകളും ഈ അവരുടെ ഈ അരാജകത്വം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ നുഹരിയന്നക ബിഹിം, അവർക്കെതിരെ താങ്കളെ തീർച്ചയായിട്ടും നാം തിരിച്ചുവിടും എന്നാണ്. തുമ്മലാ യുജാവിറൂനക ഫീഹ ഇല്ലാ ഖലീല, പിന്നെ അതിനെ തുടർന്ന് അവരിൽ പരിമിതമായ എണ്ണം ആളുകളല്ലാതെ
താങ്കൾക്ക് എതിരിൽ അല്ല താങ്കളോടൊപ്പം അവിടെ മദീനയിൽ വാസം തുടരുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പരിമിതമായ എണ്ണം ആളുകള് രണ്ടു നിലക്കാണ് ഈ ഈ പ്രയോഗത്തിന്റെ ആശയം രണ്ടു നിലക്ക് ഭാഷാപരമായിട്ട് സാധ്യതയുണ്ട്. അത് സുമ്മലായു ജാഗിറൂനക ഫീഹ ഇല്ലാ ഖലീല. ഈ ഇല്ലാ ഖലീല എന്ന പ്രയോഗം ഭാഷാപരമായിട്ട് രണ്ട് സാധ്യതയുണ്ട്. അവരിൽ കുറച്ചു പേരല്ലാതെ തങ്ങളുടെ അയൽവാസികളായി നാട്ടുകാരായി അവിടെ തുടർന്നുണ്ടാവുകയില്ല എന്ന ഒരു വായന സാധ്യതയുണ്ട്. അതേപോലെ അതിനേക്കാൾ സാധ്യതയുള്ള കൂടുതൽ മുഫസ്സിറുകളും അർത്ഥകൽപ്പന നൽകിയിട്ടുള്ളത് മറ്റൊരു വിധത്തിലാണ്. അത് വളരെ കുറച്ച് സമയമല്ലാതെ അതിനെ തുടർന്ന് അവർക്ക് തങ്ങളുടെ നാട്ടുകാരായി അയൽവാസികളായി അവിടെ തങ്ങാൻ സാധിക്കുകയില്ല എന്നാണ്. രണ്ട് നിലക്കും ഭാഷാപരമായിട്ട് ഇതിന് വിശകലനം നൽകപ്പെടാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ ഞാൻ പരിശോധിച്ച ട്രാൻസ്ലേഷനുകളിലും അതുപോലെ തഫ്സീറുകളിലും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കെതിരിൽ അള്ളാഹു നടപടിയെടുക്കാൻ വേണ്ടി തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അധിക നേരമൊന്നും അവർക്ക് അവിടെ തങ്ങാൻ സാധിക്കുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടുകാരും അയൽക്കാരുമായിട്ട് എന്ന അർത്ഥമാണ് അതിന് നൽകപ്പെട്ട് കാണുന്നത്. മിക്കവാറും പേരൊക്കെ അങ്ങനെ നൽകിയതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. മറിച്ച് ഒരു സാധ്യത ഭാഷാപരമായി ഉണ്ടെങ്കിലും അങ്ങനെ ആരും അർത്ഥം നൽകിയതായിട്ട് കാണുന്നില്ല. അപ്പോ അത് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ മരണശേഷം ലഭിക്കുമെന്ന് പറയുന്ന പ്രതിഫലവും ശിക്ഷയും ഒക്കെ മറ്റ് അന്ധവിശ്വാസങ്ങളെ പോലെ തന്നെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ മാത്രമല്ലേ എന്നാണ് ചോദ്യം. അത് ഓരോരുത്തരും സ്വയം തീരുമാനിച്ചോളും. അതിൽ ഞാൻ ഇടപെടുന്നില്ല. അത് അന്ധവിശ്വാസമാണോ ശരിയായ വിശ്വാസമാണോ എന്നത് സ്വന്തം യുക്തിയും ബുദ്ധിയും ഒക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് തീരുമാനിച്ചോളും. ഞാനത് വിടുകയാണ്. മറ്റൊന്ന്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു സംശയവും ഇല്ലാത്തൊരു സംഗതിയാണ്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുള്ളതാണ്. അത് അന്ധവിശ്വാസമായതല്ല, ബുദ്ധിയുടെയും യുക്തിയുടെയും തേട്ടമായിട്ട് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. മാത്രമല്ല, ഇത്തരം ചോദ്യങ്ങൾ ആവശ്യത്തിലേറെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് താൻ. മറ്റൊന്ന്, ദൈവം സർവശക്തനും എല്ലാം കഴിയുന്നവനുമല്ലേ, എന്നിട്ടും അവന്റെ സൃഷ്ടികൾ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹു ആഗ്രഹിക്കുന്ന അള്ളാഹുവിനോടുള്ള ആരാധന ചേർക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയുമോ? ഇസ്ലാമിൽ എല്ലാവരെയും എത്തിക്കാൻ അള്ളാഹുവിന് ഇത്ര കഷ്ടപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ആരാണ് അള്ളാഹു ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു അങ്ങനെ പറഞ്ഞോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? അള്ളാഹു ഇരുന്ന് കഷ്ടപ്പെടുകയാണ് എല്ലാവരെയും ഇസ്ലാമിലേക്ക് എത്തിക്കാൻ എന്നുള്ളത്? അള്ളാഹു തന്നെ ഇത് സംബന്ധമായിട്ട് ഖുർആനിൽ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത് എല്ലാവരെയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ അവന് ഇറാദത്തുണ്ടായിരുന്നെങ്കിൽ, അവന് ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അവൻ അതെന്നേ ചെയ്യുമായിരുന്നു. അവൻ അങ്ങനെ ചെയ്തിട്ടില്ല. കുറെ പേരെ നരകം നിറക്കാൻ വേണ്ടിയാണ് അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല, ആവശ്യമില്ല. അത് നമുക്കൊരു അവസരമാണ്. സ്ട്രഗിൾ ചെയ്യുന്നത്, കഷ്ടപ്പെടുന്നതൊക്കെ മനുഷ്യരാണ്. അള്ളാഹുവിന്റെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള മനസ്സിന്റെ സന്നദ്ധത ഇല്ലാത്ത ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. അതേസമയത്ത് സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുന്ന ആൾക്ക് ആദ്യം ആ ആശയം മനസ്സിലേക്ക് അങ്ങ് എത്തുന്ന ഘട്ടത്തിൽ തന്നെ അത് സ്വീകാര്യമാവും. അവര് വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കും. പിന്നീട് അവർക്ക് അതിൽ യാതൊരു ആശങ്കയും ഉണ്ടാവില്ല, ഒരു കഷ്ടപ്പാടും അതിലുണ്ടാവില്ല. കഷ്ടപ്പാടുള്ളത് ഉള്ളിലൊരു സത്യം ബോധ്യപ്പെടുകയും അത് വെളിപ്പെടുത്താനോ അംഗീകരിക്കാനോ മാനസികമായി സന്നദ്ധത ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ്. അവരെങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മരണം വരെ അവർ കഷ്ടപ്പാടാണ്. പിന്നെ മരണത്തിന് ശേഷം വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, കഷ്ടപ്പാടിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. ബുദ്ധിയും യുക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സത്യസന്ധമായി അന്വേഷിക്കുന്ന ആളുകൾക്ക് ആദ്യത്തെ ഒക്കറൻസിൽ തന്നെ ബോധ്യപ്പെടും, അവരത് അംഗീകരിക്കും, അവർ ആ മാർഗത്തില് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകും. എന്നാൽ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട്ട ആളുകൾ തന്നെ താല്പര്യങ്ങളുടെ കാരണങ്ങളാൽ
അത് സ്വീകരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്നവര് ധാരാളമുണ്ട്. അത്തരം ആളുകള് ഈ സ്ട്രഗിൾ ചെയ്യുന്ന, ഈ കഷ്ടപ്പെടുന്ന അതിലെങ്ങനെ ഉണ്ടാവും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നല്ല വിശ്വാസികളായി ജീവിക്കണം എന്നതായിരുന്നു അവന്റെ ഉദ്ദേശമെങ്കിൽ വല്ല ഒട്ടകത്തെയോ ആടിനെയോ പശുവിനെയോ ഒക്കെ പോലെ നമ്മളെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. അവർക്ക് ആർക്കും അങ്ങനത്തെ പ്രതിസന്ധി ഇല്ലല്ലോ. അവരെല്ലാവരും മുസ്ലിങ്ങളാണ്. അള്ളാഹുവിന്റെ മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള ബാക്കി എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിജാലങ്ങളും മുസ്ലിങ്ങളാണ്. 100% മുസ്ലിങ്ങളാണ്. അവരാരും അള്ളാഹുവിനോട് ഇടഞ്ഞു നിൽക്കുന്നില്ല, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നില്ല, അള്ളാഹുവിനെ അവിശ്വസിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പൊ അതുപോലെ ഒരു സൃഷ്ടിയായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചില്ല എന്നല്ലേ? അത് അള്ളാന്റെ ഇഷ്ടമാണ്. അള്ളാഹാണല്ലോ ഖാലിഖ്, ഞാനും നിങ്ങളും അല്ലല്ലോ. നമ്മൾ പറഞ്ഞു കൊടുക്കണ പോലെയാണോ അള്ളാഹ് സൃഷ്ടിക്കേണ്ടത്? അള്ളാഹ് സൃഷ്ടാവല്ലേ. അതുകൊണ്ട് അള്ളാഹ്ക്ക് അതില് കൃത്യമായ ധാരണയുണ്ട്, എങ്ങനെ സൃഷ്ടിക്കണം, ഏത് സ്വഭാവത്തിലുള്ളവരെ സൃഷ്ടിക്കണം എന്നൊക്കെ ഉള്ളത്. അത് അവന്റെ ഇച്ഛയാണ്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണോ? അങ്ങനെയല്ല. അള്ളാന്റെ തീരുമാനപ്രകാരം അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത് ഈ വിധത്തിലാണ്. അവന്റെ മുന്നിൽ ഇങ്ങനെ ഓപ്ഷൻസ് വെക്കുക എന്നുള്ളതാണ് അവന്റെ നടപടി. ഈ ഓപ്ഷൻസ് മുന്നിൽ വരുമ്പോ ആളുകള് ചിലര് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. ഇതാണ് വസ്തുത. അപ്പോ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മറ്റൊന്ന്, സൂറത്തുൽ അഹ്സാബിൽ പരാമർശിക്കപ്പെട്ട സ്ത്രീകളുടെ വസ്ത്രധാരണം, വീടുകളിലായി തങ്ങൽ, തബറുജുൽ ജാഹിലിയ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളിൽ സ്ത്രീ വിരുദ്ധതയുണ്ടോ? അതോ ക്ലാസ് എടുക്കുന്ന ആളുടെ വിശദീകരണത്തിലാണോ സ്ത്രീ വിരുദ്ധതയുള്ളത് എന്നതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂറത്തുൽ അഹ്സാബിലെ നമ്മൾ പഠിച്ച 59-ാമത്തെ ആയത്ത് ഞാനിന്ന് നിങ്ങളത് കേൾപ്പിച്ചു. അതിൽ വ്യക്തമായിട്ടും അള്ളാഹു പറയുന്ന കാര്യം, അതുപോലെ സൂറത്തു നൂറില് അള്ളാഹു വ്യക്തമായി പറയുന്ന കാര്യം, ഇതിലൊന്നും തന്നെ ഒരു സംഗതി ഞാൻ കൂട്ടി പറഞ്ഞിട്ടില്ല. അതൊക്കെ അള്ളാഹു പറഞ്ഞ കാര്യം തന്നെയാണ്. അള്ളാഹു ആണ് സ്ത്രീകളോട് അവരുടെ മൂടുപടം അവരുടെ ദേഹത്തേക്ക് തൂക്കിയിടാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സൂറത്തു നൂറില് അവരുടെ ഹുമുർ എന്ന് പറഞ്ഞ തലമറക്കുന്ന വസ്ത്രം അവരുടെ മാറത്തേക്ക് തൂക്കിയിടാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വീടുകളിൽ കഴിയാൻ ഇവിടെ നിർദ്ദേശിച്ചു. വഖർന ഫീ ബുയൂത്തികുന്ന എന്ന് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു ആണ്. അതുപോലെ വല തബറുജ്ന തബറുജൽ ജാഹിലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ. ജാഹിലിയത്തിലെ ആ അഴിഞ്ഞാട്ടവും അതുപോലെ നിയന്ത്രണമില്ലാത്ത സമൂഹത്തിലെ ഇടപഴകലും, ഇത് അവർ ചെയ്യരുതെന്ന നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അള്ളാഹുവാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക്, അതുപോലെ പെൺമക്കൾക്ക്, വിശ്വാസികളായ സ്ത്രീകൾക്കും ഒക്കെ തന്നെ അള്ളാഹു നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണത്. ആ ഡിസിപ്ലിൻ അള്ളാഹുവിന്റെ കൽപ്പനയും പ്രവാചകന്റെ നിർദ്ദേശമൊക്കെ പാലിക്കാൻ ഇഷ്ടപ്പെടുന്നവര് അതിൽ കൂടുതൽ ആശയക്കുഴപ്പത്തിനൊന്നും അവസരം ഉണ്ടാക്കാതെ തൃപ്തിയോടുകൂടി അത് സ്വീകരിക്കും. അത് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുകയും ചെയ്യും. അതില് സ്ത്രീ വിരുദ്ധത യാതൊന്നും അടങ്ങിയിട്ടില്ല. അള്ളാഹുവിടെ പറഞ്ഞ കാര്യത്തിലും സ്ത്രീ വിരുദ്ധതല്ല, അത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തിലും സ്ത്രീ വിരുദ്ധത ഇല്ല. ഞാനതൊരു ലേശം ഡൈല്യൂട്ട് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തില് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിച്ചു വേണം നമുക്ക് പല കാര്യങ്ങളും നടപ്പിലാക്കാൻ എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെ, മുഖം മറക്കുന്ന സംബന്ധമായിട്ടുള്ളത്, അതിനൊരു സംവിധാനം മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് ഏറ്റവും ഗുണകരമാണ്. ആവശ്യമുള്ളിടത്ത് അത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം. എല്ലാ നേരവും മുഖം മറക്കുന്ന ഒരു സംഗതി ഇസ്ലാം അനിവാര്യമാക്കിയിട്ടുണ്ട് എന്ന നിലപാടാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ അത്രത്തോളം കണിശമായിട്ട് അത് പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. മാത്രമല്ല, ഹജ്ജിന്റെയും ഉംറയുടെയും വേളയിൽ മുഖം മറക്കാൻ അനുവാദമില്ല. അതും കൂടി അതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ മുഖം മറക്കുക എന്നത് ഇസ്ലാം കണിശമായിട്ട് നിർദ്ദേശിച്ചതാണ് എന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു എങ്കിലും, അത് ഒരു സംവിധാനം ഉണ്ടാവുക എന്നത്, അതിന് മുഖം ആവശ്യമുള്ളിടത്തൊന്ന് മുഖത്തിനൊരു കർട്ടൻ ഇടാൻ സാധിക്കുക എന്നത് സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ഡിഗ്നിറ്റി നിലനിർത്താനും തൊഴിലിടങ്ങളിലും വിദ്യാഭ്യാസ
ആ കേന്ദ്രങ്ങളിലും ഒക്കെ അവര് നേരിടാനുള്ള സാധ്യതയുള്ള വൾണറബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന നിലക്കാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകൾ തൊഴിലിന് പോകുന്നതോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല. വിദ്യാഭ്യാസം എന്റെ മക്കളൊക്കെ നന്നായി വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. എന്റെ കസിൻ സഹോദരിമാരുടെയും മക്കള് പലരും PhD ഒക്കെ ചെയ്യുന്നവരാണ്. ചിലരെയൊക്കെ ഞാൻ തന്നെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് ഇതിൽ ഉള്ളത്. തൊഴിലിന് പോകുന്നവര്, എന്റെ പെൺമക്കള് തൊഴിൽ ചെയ്യുന്നുണ്ട്. എന്റെ കുടുംബത്തിൽ അങ്ങനെ പലരും സ്ത്രീകള് തൊഴിൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ അവരുടെ പ്രാഥമികമായ കർത്തവ്യം വിസ്മരിച്ചുകൊണ്ടാകാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശം എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം. ആണുങ്ങളെ പോലെ കുടുംബം പുലർത്തുക എന്നുള്ള ഉത്തരവാദിത്വം പെണ്ണുങ്ങൾക്കില്ല. അതുകൊണ്ട് അവരുടെ സെൽഫ് എക്സ്പ്രഷൻ, എല്ലാവർക്കും അങ്ങനെയാണല്ലോ, ചില കഴിവുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടാവും. ആ കഴിവുകൾക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല, അവരുടെ ഒരു അഭിലാഷമായിരിക്കും. ആ അഭിലാഷം എല്ലായ്പ്പോഴൊന്നും നടപ്പിലായിക്കൊള്ളുന്നില്ല. ഉദാഹരണത്തിന് ഈ യുവാക്കൾ എത്ര പേരെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് സർഗാത്മകമായ കഴിവുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ അവർക്ക് പറ്റുന്നുണ്ടോ? പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തില് അവര് തടവറയിൽ കഴിയുന്നത് വലിയ പുണ്യമായിട്ട് അവർ കാണുന്നില്ലേ? അതേപോലെ സ്ത്രീകളുടെ കാര്യത്തില് അവര് അമ്മമാരാകുമ്പോ, ഭാര്യമാരാകുമ്പോ പല പരിമിതികളും ഒക്കെ ഉണ്ടാകും. ആ പരിമിതികളെ അവര് അള്ളാഹുവിന്റെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട ഒരു സാക്രിഫൈസ് ആയിട്ട് തന്നെ കാണുകയാണ് വേണ്ടത്. അവസരം ഉണ്ടാകുമ്പോൾ അവരുടെ കഴിവുകളൊക്കെ പ്രയോജനപ്പെടുത്തുന്ന തൊഴിൽ രംഗത്തേക്കോ സേവന രംഗത്തേക്കോ ഒക്കെ അവർക്ക് കടന്നു വരാവുന്നതാണ്. അള്ളാഹു അവന്റെ പ്രവാചകനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ അവർ വരുന്നതിന് ഇസ്ലാമിൽ യാതൊരു വിലക്കുമില്ല. ഞാനായിട്ട് പുതിയതായിട്ട് ഒന്നും ആഡ് ചെയ്യുന്നുമില്ല. അതാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഒരു ചോദ്യം കൂടി, നീണ്ടുപോകുന്ന ക്ഷമിക്കണം, ഇന്ന് ഈ സെഷൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒറ്റ ചോദ്യം, വേറൊരു ചോദ്യം കൂടി ഉണ്ട്. അത് പക്ഷേ ഞാൻ ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നില്ല. കാരണം അത് കുറച്ച് വിശദാംശങ്ങൾ വേറെയും അതിൽ വരേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോ ഇവിടെ ബനൂ ഖുറൈളയുടെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ മക്കയിൽ നിന്ന് കുറച്ച് ആളുകൾ മദീനയിലേക്ക് പലായനം ചെയ്തെത്തി മദീനയുടെ നിയന്ത്രണം കൈക്കലാക്കിയും അവരുടെ മേൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നുവല്ലോ. തങ്ങളുടെ മതം പോലെയുള്ള ഒരു മതവും അവർ പഠിപ്പിക്കുന്നുണ്ട്. പുറം നാട്ടിൽ നിന്ന് വന്നുകൂടിയ ഈ കൂട്ടരെ നാട്ടിൽ നിന്ന് സാധിക്കുന്ന ഏത് വിധേനയും തുരത്തുവാൻ ശ്രമിക്കുക എന്നത് സ്വാഭാവികമല്ലേ? നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ ഒക്കുമോ എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പോ ബനൂ ഖുറൈള മദീനയിലെ ഒരു യഹൂദ ഗോത്രമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് മദീനയിലെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് തന്നെ. ആ ഘട്ടത്തില് അവരാരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. എഴുതി തയ്യാറാക്കിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ടൊക്കെയുള്ള ഡീല് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ 6 വർഷങ്ങളോളം പിന്നിട്ടതിന് ശേഷമാണ്, 5 വർഷത്തിലേറെ പിന്നിട്ട ഘട്ടത്തിലാണ് ഈ സങ്കീർണമായ സാഹചര്യം ഉണ്ടായിട്ടുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ നടപടി സ്വീകരിക്കുന്നതൊക്കെ തന്നെ. അപ്പോ മദീനയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇവരെ ഈ യഹൂദ ഗോത്രത്തിൽപ്പെട്ട ആരെയും ഇസ്ലാമിലേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ദീൻ അനുസരിച്ച്, അവരുടെ ശരീഅത്ത് അനുസരിച്ച് തുടർന്ന് പോകുന്നതിന് യാതൊരു തടസ്സവും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ വഞ്ചന ചെയ്യുക എന്നൊരു കാര്യമാണ്, രാജ്യദ്രോഹം ചെയ്യുക എന്നൊരു കാര്യമാണ് അവര് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അവരുടെ ദീനിന്റെ കാർക്കശ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പല പ്രശ്നങ്ങളിലും വിധി തീർപ്പ് ചോദിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പൊ ഈ ആളുകൾ ചെയ്ത ചതി കാരണമായി, രാജ്യദ്രോഹം കാരണമായിട്ടാണ് ഈ നടപടി ഉണ്ടായത്. അവരുടെ വീക്ഷണത്തില് പുറം നാട്ടുകാർ അവിടെ വന്ന് കൂടി നാട്ടിന്റെ കൈകാര്യകർത്തൃത്വം അങ്ങ് ഏറ്റെടുത്തു, എന്നിട്ട് അവരുടെ മതം അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ അവരുടെ വീക്ഷണത്തില് അങ്ങനെ അവർക്ക് കരുതാം. അങ്ങനെ കരുതുന്നതിന് നമ്മൾ തടസ്സമൊന്നുമില്ല. പക്ഷെ നമുക്ക് അവരുടെ വീക്ഷണം ഇല്ല. പിന്നെ നിങ്ങൾ കരുതുന്ന പോലെ ഇതൊരു ജനാധിപത്യ സംവിധാനവും അല്ല. ഇത് അള്ളാന്റെ വ്യവസ്ഥ നടപ്പിലാക്കാനുള്ള സംവിധാനമാണ്. ആ അള്ളാന്റെ വ്യവസ്ഥ എന്ന് പറയുന്ന സംഗതി
സത്യത്തിന് അധിഷ്ഠിതമായ, സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അതാണ് എന്ന് ബോധ്യപ്പെടുന്നവർ മാത്രമാണല്ലോ അത് പിൻപറ്റുന്നത്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളവരുമായി സുതാര്യമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എല്ലാ ഡീലും ഉണ്ടായിട്ടുള്ളത്. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിലും ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നത് നിങ്ങൾ ചരിത്രം പരിശോധിച്ചാലും നിങ്ങൾക്ക് ബോധ്യപ്പെടും. വഞ്ചന ചെയ്ത, രാജ്യദ്രോഹം ചെയ്ത ആളുകൾ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഘട്ടത്തില് ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ടാകാം. അത് സ്വാഭാവികമാണ്. അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അത് അള്ളാഹു അവർക്ക് കൊടുത്തൊരു സ്വാതന്ത്ര്യമല്ലേ, മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നുക എന്നുള്ളത്. അത് തോന്നിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവര് നിലക്കൊള്ളുന്നത് സത്യമാവുകയോ അവരുടെ നിലപാട് ശരിയാവുകയോ ഒന്നും ചെയ്യൂല. പിന്നെ അള്ളാഹു ഒരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? അതുകൂടി ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും ഈ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒറ്റയാനായിട്ട് അങ്ങനെ കഴിയാൻ വേണ്ടിയാണോ? അള്ളാഹുവിന്റെ ഏകത്വവും ഉദ്ഘോഷിച്ചുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ജീവിത ധർമ്മങ്ങളെയൊക്കെ അങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാൾ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുക, അത് ലോകത്ത് എവിടെയും നടപ്പിലാക്കാതെ ഒരിക്കലും പ്രയോഗത്തിൽ കൊണ്ടുവരാതെ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാതെ അങ്ങനെ ഇരിക്കണം എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഒരു കാര്യം കേട്ടു നോക്കൂ, ഖുർആൻ പറയുന്നത് സൂറത്തു തൗബയിൽ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹഖ്, അവനാണ് തന്റെ പ്രവാചകനെ, തന്റെ ദൂതനെ മാർഗദർശനവും സത്യമതവുമായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. എന്തിനാണ്? ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റെല്ലാ ദർശനങ്ങളെയും അതിജയിക്കുന്നതിന് വേണ്ടി, അതിന്റെ മേൽക്കൈ നേടുന്നതിന് വേണ്ടി. വലൗ കരിഹൽ മുശരിക്കൂൻ, ബഹുദൈവ ആരാധകർ ഇത് വെറുക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പോലും മറ്റ് സകല ജീവിത ദർശനങ്ങളുടെയും മേൽ അതിജയിക്കുന്നതിന് വേണ്ടി തന്റെ ദൂതനെ പറഞ്ഞയച്ചിട്ടുള്ളത്, അത് ഹുദയും ദീനുൽ ഹഖുമായിട്ട് പറഞ്ഞയച്ചിട്ടുള്ളത് അള്ളാഹുവാണ് എന്നാണ് സൂറത്ത് തൗബയിൽ പറയുന്നത് കാണാം. അതുപോലെ സൂറത്തുൽ ഫത്തഹില് പറയുന്നത് ഇതേ ആയത്ത് അവസാന ഭാഗം വഖഫാ ബില്ലാഹി ഷഹീദ എന്ന ഒരു വ്യത്യാസത്തോടു കൂടി കാണാം. അതുപോലെ സൂറത്തു സഫില് ഇതേ ആയത്ത് യാതൊരു വ്യത്യാസവും ഇല്ലാതെ അള്ളാഹു ആവർത്തിക്കുന്നതും കാണാം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദ വദീനിൽ ഹഖ്. ഇത് പടിഞ്ഞാറൻ ജനാധിപത്യ സങ്കല്പങ്ങളുടെ പശ്ചാത്തലത്തില് അതാണ് ശരി എന്ന ബോധത്തോടു കൂടി നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുന്ന, അങ്ങനെ കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു സത്യമാണ്. പടിഞ്ഞാറൻ ജനാധിപത്യം എന്ന് പറയുന്നത് ജനായത്ത ക്രമം മാത്രമല്ല, അത് തന്നെ ഒരു ആദർശമാണ്, ഒരു ഐഡിയോളജിയാണ്. അത് ഇസ്ലാമുമായി യോജിപ്പുള്ള ഒരു ഐഡിയോളജി അല്ല. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജനായത്ത ക്രമത്തിന് അകത്ത് വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. ഇതര മതവിഭാഗങ്ങൾക്ക് അവരുടെ പെർസെപ്ഷൻ അനുസരിച്ച് ജീവിക്കാനുള്ള അവസരവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഈ അറേബ്യൻ ഭൂപ്രദേശങ്ങളെ മുഴുവനും നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ഘട്ടത്തിലും അവിടെ യഹൂദരും ക്രൈസ്തവരും അതുപോലെയുള്ള മറ്റു വിശ്വാസത്തിന്റെ ആളുകളും ഒക്കെ അവരുടേതായ മേൽവിലാസവും സ്വത്വവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയുണ്ടായത്. ഇത് ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പൊ അതിനെ നിഷേധിക്കുകയല്ല. പക്ഷെ ഒരു കരാറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ കരാറ് പാലിക്കല് നിർബന്ധമാണ്. അത് പാലിക്കാതിരിക്കുന്നത് രാജ്യദ്രോഹമാണ്. അവർക്കെതിരിൽ ഇസ്ലാമിക വ്യവസ്ഥ പ്രകാരം കടുത്ത നടപടി ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകത്ത് മറ്റെല്ലാ വ്യവസ്ഥയിലും അതിന് കടുത്ത നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ്. അപ്പോ ഇത് ജനാധിപത്യപരമല്ല എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കാരണം ജനാധിപത്യം ഇസ്ലാമിന്റെ ഒരു ഐഡിയോളജി അല്ല. പക്ഷെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ജനായത്ത ക്രമം ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.